എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത് ഇന്നത്തെ ഒരു വെബിനാറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. അല്ലെങ്കിൽ ഒരു നമ്മൾ ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അധികം പരിചയിച്ചിട്ടില്ലാത്ത ഒരു വികസന മാതൃക നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും കാലാവസ്ഥാ വ്യതിയാനം, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, ഇങ്ങനത്തെ കുറെ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാം? ഒരു കാർബൺ ന്യൂട്രാലിറ്റി ആണ് ഇതിനുള്ളൊരു അടിസ്ഥാനം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു മാർഗം അതാണ് എന്നൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ചെറിയ മാതൃക നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു മാതൃകയാണ് കാർബൺ ന്യൂട്രൽ മീനങ്ങാടി എന്ന് പറയുന്നത്. അപ്പൊ തണൽ എന്ന് പറയുന്ന നമ്മുടെ സംഘടന കഴിഞ്ഞ 4 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് കാർബൺ ന്യൂട്രൽ മീനങ്ങാടി. അപ്പൊ ഇതിന്റെ ഒരു എന്താണ് കാർബൺ ന്യൂട്രൽ മീനങ്ങാടി, എന്താണ് കാർബൺ ന്യൂട്രാലിറ്റി, അല്ലെങ്കിൽ കാർബൺ ന്യൂട്രൽ ഡെവലപ്മെന്റ് എന്താണ്, ഈ ഒരു വികസന മാതൃക എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുന്നിലൊന്ന് നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങളാണ്, നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മുന്നിലൊന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ കൂടെ ഉള്ളത് അജിത് ടോമിയാണ്. അജിത്ത് കഴിഞ്ഞ ഈ കാർബൺ ന്യൂട്രൽ മീനങ്ങാടി തുടങ്ങിയ സമയം തൊട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പ്രോഗ്രാം കോർഡിനേറ്റർ ആണ്. അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാർബൺ ന്യൂട്രൽ മീനങ്ങാടി എന്താണ്, ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, പഞ്ചായത്ത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, സർക്കാർ ഇതിന് എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ അജിത് ടോമിയെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ അജിത്തിനേക്കാൾ മുന്നേ ഈ വെബിനാറിൽ വന്നിട്ടുള്ള എല്ലാവരെയും ഞാനൊരു എന്താ പറയുക വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം ഈ വെബിനാറിലേക്ക്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം. അതേപോലെ തന്നെ ക്യാമറയും ഓഫ് ചെയ്യണം. നമ്മൾ ഈ വെബിനാർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലെ ലൈവും പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളോട്, വെബിനാർ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളോട് പറയാം നിങ്ങൾക്ക് ഫേസ്ബുക്ക് ലൈവ് കാണാനായിട്ട്. തണൽ ട്രസ്റ്റിന്റെ പേജിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം എല്ലാവർക്കും സ്വാഗതം. അജിത് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പ്രസന്റേഷൻ തുടങ്ങും. ഓക്കെ, താങ്ക് യു ശങ്കരേച്ചി. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണാം. എല്ലാവർക്കും നമസ്കാരം. ശങ്കരേച്ചി ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കാർബൺ ന്യൂട്രൽ മീനങ്ങാടിയെ കുറിച്ച്. അപ്പോൾ കാർബൺ ന്യൂട്രൽ മീനങ്ങാടി പദ്ധതി എന്താണെന്നും കാർബൺ ന്യൂട്രൽ മീനങ്ങാടിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ നടന്നു, എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ തണല് കാർബൺ ന്യൂട്രൽ മീനങ്ങാടിയുടെ ഭാഗമായി വയനാട്ടിൽ മീനങ്ങാടിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒക്കെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പങ്കുവയ്ക്കാനാണ് ഈ വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലൊരു അവസരം നിങ്ങളുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും പങ്കുവയ്ക്കാനും അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ആരംഭിക്കാം. കാലാവസ്ഥ വ്യതിയാനം എന്നുള്ളത് നമ്മളെല്ലാവരും ഇപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുന്ന, ഇന്നത്തെ ലോകം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം എന്നുള്ളത്. നമുക്കറിയാം, ഭൂമിയുടെ കാലാവസ്ഥ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങളല്ല, മറിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രതിസന്ധിയാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാഹചര്യത്തിലാണ് കാർബൺ ന്യൂട്രൽ മീനങ്ങാടി എന്ന പദ്ധതി വളരെ പ്രസക്തമാകുന്നത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, കേരളം വളരെ ജൈവവൈവിധ്യത്താൽ സമ്പന്നമായ നമ്മുടെ സംസ്ഥാനം കാലാവസ്ഥാ വ്യതിയാനത്തിന് വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് പറയുന്നത് കേരളം കാലാവസ്ഥാ വ്യതിയാനത്തിന് വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണെന്നാണ്. ഇത് 2014 ഈ SAPCC ഒക്കെ പുറത്തു വരുന്നത്. അതിനൊക്കെ ശേഷം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, ഒരുപാട് ദുരന്തങ്ങൾക്ക് നമ്മൾ ഇരയായിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം എത്രമാത്രം പ്രശ്നം സൃഷ്ടിക്കും എന്നുള്ളത് ആരും പറയാതെ തന്നെ നമുക്ക് അനുഭവത്തിലൂടെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത്
ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നു. ആഗോളതാപനം മൂലം ഭൂമിയുടെ കാലാവസ്ഥാ സംവിധാനത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതായത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവിൽ ഉണ്ടായിട്ടുള്ള ക്രമാതീതമായ വർധനവും ആ വർധനവ് കൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായ ചൂട് കൂടുന്നു. അങ്ങനെ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്നു. അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസസ് മനുഷ്യരുടെ പ്രവൃത്തികൾ മൂലം അല്ലെങ്കിൽ വ്യാവസായികവൽക്കരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവിൽ കൂടുതലുള്ള ഒരു എമിഷൻ ഇന്നത്തെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ച് നമുക്കറിയാം. അതിൽ വളരെ പ്രധാനപ്പെട്ട 3 ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്, ഹരിതഗൃഹവാതകങ്ങളാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്. അതിനൊപ്പം പിന്നെ മറ്റ് ഒരുപാട് ഗ്യാസുകളും അതിനകത്ത് ഉൾപ്പെടും. ഫ്ലൂറിനേറ്റഡ് ഗ്യാസുകളുണ്ട്, ഹൈഡ്രോഫ്ലൂറോ കാർബണുകൾ, പെർഫ്ലൂറോ കാർബണുകൾ, നൈട്രജൻ ട്രൈഫ്ലൂറൈഡ്, സൾഫർ ഹെക്സാഫ്ലൂറൈഡ്, അങ്ങനെ ഒരുപാട് വാതകങ്ങൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഉൾപ്പെടും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം പറഞ്ഞ 3 വാതകങ്ങളാണ്. ഇതിന്റെ ഒരു കണക്കെടുപ്പ് നമ്മൾ മീനങ്ങാടിയിൽ നടത്തിയിട്ടുണ്ട്. അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. ഇൻട്രൊഡക്ഷൻ ഉള്ള രീതിയിൽ നമ്മൾ ഒരു എമിഷൻ കണക്കാക്കിയിട്ടുള്ളത് മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡിന് തത്തുല്യമായ അളവിലാണ്. പല വാതകങ്ങൾ ഉണ്ട്. ഈ 3 വാതകങ്ങളും പല അളവിൽ നമ്മൾ കണക്കെടുക്കുമ്പോൾ കണക്കാക്കിയിട്ടുണ്ട്. അതെല്ലാം ഒരു വാതകത്തിന്റെ കണക്കിലേക്ക്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിലേക്ക് പരിവർത്തനപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അതിന് CO2 ഇക്വാലന്റ്, കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട്. അതിന് ഒരു ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ളൊരു വാല്യൂ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്ന ഹരിത ഗൃഹപ്രഭാവം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അതിനെ ഒന്ന് കാണാണ്. അതിന് തത്തുല്യമായിട്ട്, അതായത് ഒരു മീഥെയിൻ എത്ര കാർബൺ മോളിക്യൂൾ, കാർബൺ ഡൈ ഓക്സൈഡിന് തത്തുല്യമായ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ CO2ന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 1 എങ്കിൽ മീഥെയിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 21. നൈട്രസ് ഓക്സൈഡിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 310. അതായത് ഒരു ടൺ മീഥെയിൻ എന്നുള്ളത് 21 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എഫക്റ്റ് ഉണ്ടാക്കുന്നു. AR2, AR5 എന്ന് പറഞ്ഞ 2 വാല്യൂ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ മീനങ്ങാടിക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 2016-17 നടത്തിയിട്ടുള്ള പഠനമാണ്. നമ്മൾ AR2 എന്ന് പറയുന്ന സെക്കൻഡ് അസസ്മെന്റ് റിപ്പോർട്ട് പ്രകാരമുള്ള വാല്യൂസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ 5th അസസ്മെന്റ് റിപ്പോർട്ട് പുറത്തിറങ്ങി, ആ വാല്യൂ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വാല്യൂ കൂടി ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഇത് പഴയ വാല്യൂ ആണ്. ഈ വാല്യൂ ആണ് മീനങ്ങാടിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കണ്ടാൽ മതി. ഇനി കാർബൺ ന്യൂട്രാലിറ്റി എന്താണെന്ന് ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു, എമിഷൻ, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഉണ്ടാകുന്നുണ്ട്. ഭൂമിയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു ചാക്രിക പ്രവർത്തനങ്ങളാണ്, സൈക്ലിക് പ്രോസസ്സാണ്. നൈട്രജന്റെ സൈക്കിൾ ഉണ്ട്, വാട്ടർ സൈക്കിൾ ഉണ്ട്, അതുപോലെ കാർബൺ സൈക്കിളും ഉണ്ട്. എല്ലാം ഒരു ചാക്രിക പ്രവർത്തനമാണ്. ഈ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായിട്ട്, പ്രത്യേകിച്ച് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം, നമ്മൾ ധാരാളം ഫോസിൽ ഫ്യൂവല് ഉപയോഗിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറി. മനുഷ്യർ ദൈനംദിന ആവശ്യങ്ങൾക്കും വികസനത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഒക്കെ ധാരാളം ഫോസിൽ ഫ്യൂവല് മണ്ണിനടിയിൽ കുഴിച്ച് കിടക്കുന്ന ഈ ഫോസിൽ ഫ്യൂവലൊക്കെ എടുത്ത് കത്തിച്ച് അന്തരീക്ഷത്തിലേക്ക് കാർബൺ വാതകങ്ങളെ, ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ എമിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ കാർബൺ സൈക്കിളിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഭൂമിയിൽ കാർബൺ വാതകങ്ങളുടെ, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവ് കൂട്ടുന്നു, ചൂടുണ്ടാക്കുന്നു. അപ്പോൾ ഈ എമിഷൻ ഒരു സൈഡിൽ നടക്കുന്നത് പോലെ തന്നെ ഈ സീക്വസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫ്സെറ്റിംഗ്, ഈ ഭൂമിയിലേക്ക് ഉണ്ടാകുന്ന എമിഷൻ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഉണ്ടാകുന്ന ഹരിതഗൃഹവാതകങ്ങളെ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയിലേക്ക് തിരിച്ചു സ്വാംശീകരിക്കുന്ന പ്രവർത്തനവും നടക്കുന്നുണ്ട്. ഇത് രണ്ടും
ഏകദേശം ഒരു തുല്യ അളവിലാകുമ്പോൾ നമ്മൾ പുറത്തു വിടുന്ന കാർബണിന്റെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവും അല്ലെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യപ്പെടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവും സീക്വസ്റ്റർ ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ അളവും തട്ടിക്കഴിച്ച് നോക്കുമ്പോൾ അത് ഒരു തുലിതാവസ്ഥയിൽ വരുന്നതിനെയാണ് കാർബൺ ന്യൂട്രാലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മീനങ്ങാടി ഈ പദ്ധതിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഈ കാർബൺ ന്യൂട്രൽ മീനങ്ങാടി പദ്ധതിയുടെ ആരംഭം എന്ന് പറയുന്നത് നമുക്കറിയാം 2015 ഭൂമിയുടെ ശരാശരി താപനിലയുടെ വർധനവ് വ്യാവസായിക വിപ്ലവ കാലഘട്ടത്തിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്നും 2 ഡിഗ്രി സെൽഷ്യസ് കൂടാതെ പിടിച്ചു നിർത്തണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് 2015 പാരീസ് ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ചർച്ചകൾക്കും ഈ പാരീസ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ പരിപാടികൾക്കും ഒരുപാട് പ്രവർത്തനങ്ങൾക്കും പാരീസ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അത്തരത്തിൽ നടന്നിട്ടുള്ള പാരീസ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സെമിനാറുകളിലും മറ്റു പരിപാടികളിലും തണലിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുകയും ഇപ്പോഴത്തെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും അതിനകത്ത് പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ആ കാലാവസ്ഥ ഉച്ചകോടിയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോൾ അവിടെ നിന്നാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം, ഇത്തരത്തിലൊരു പരിപാടി കൊണ്ടുവരണം, പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നത്, ഒരു ആശയം ഉടലെടുക്കുന്നത്. അവിടെ നിന്ന് കേരളത്തിൽ വന്ന് അതിൻ്റെ ചർച്ചകളൊക്കെ നടത്തി ഒരു കേരള മാതൃക, കാലാവസ്ഥ വ്യതിയാനത്തെ പരിഗണിക്കുന്ന, കാലാവസ്ഥയെ പരിഗണിക്കുന്ന ഒരു കേരള വികസന മാതൃക ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്താണ് ഒരു കാർബൺ ന്യൂട്രൽ എന്ന പദ്ധതി ഉടലെടുക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വയനാട്, എന്തുകൊണ്ടാണ് മീനങ്ങാടി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആളുകൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വയനാട് ഈ കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക്, ഈ പദ്ധതിക്ക് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വയനാട് ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ്, അല്ലെങ്കിൽ വയനാട് ഒരു ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായിട്ടുള്ള ഒരു പശ്ചിമഘട്ടത്തിൽ പൂർണ്ണമായും പശ്ചിമഘട്ടത്തിലുള്ള ഒരു ജില്ലയാണ്. വയനാട് കാലാവസ്ഥാ വ്യതിയാനത്തിന് ഒരുപാട് വൾണറബിൾ ആയിട്ടുള്ള ഒരു ജില്ലയാണ്. നമുക്കറിയാം വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വയനാടിനെ കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാനിൽ ഹൈലി വൾണറബിൾ ഡിസ്ട്രിക്ട് ടു ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള കാറ്റഗറിയിലാണ് വയനാടിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോരാതെ വയനാട്ടിലെ ജനങ്ങളുടെ പ്രതിശീർഷ വരുമാനം വളരെ കുറവാണ്. ആ വയനാട്ടിലെ 80% ആളുകളും കൃഷി ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ വയനാട്ടിൽ വളരെ തെർമോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വിളകൾ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഇതാണ് വയനാടിന്റെ ഒരു സാഹചര്യം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വയനാട്ടിനകത്ത് വയനാട്ടിലെ കർഷകർക്ക് ഒരു അവരുടെ ഒരു വരുമാനം ഇരട്ടിയാക്കുന്ന, അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്ന, വയനാടിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിൽ കൂടി ഈ വയനാടിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ ഈ മേളിൽ പറഞ്ഞ കാരണങ്ങളാണ്. അപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ വന്നു. ആ സമയത്താണ് 2015 തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് വയനാട്ടിലെ ഗ്രാമപഞ്ചായത്തുകൾ തിരുവനന്തപുരത്ത് എത്തുകയും അവിടെ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ കാർബൺ ന്യൂട്രൽ എന്ന ആശയത്തെക്കുറിച്ച് ഈ പഞ്ചായത്തുകൾക്കിടയിൽ ഒരു ചർച്ച ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഒരു വയനാട് ജില്ലയിൽ ഈ പ്രവർത്തനം നടക്കുമ്പോൾ ഇതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ചെയ്ത് നടപ്പിലാക്കി പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു പഞ്ചായത്തിൽ ഇത് വിജയകരമാക്കി, ഒരു വിജയകരമായ മാതൃകയാക്കി കാട്ടി മറ്റ് പഞ്ചായത്തുകളിലേക്കും മറ്റു ഭൂപ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുക, റെപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു തീരുമാനം. അതിനൊരു പ്രത്യേക കാരണം കൂടി ഉണ്ട്. കാരണം കേരള മോഡൽ ഡെവലപ്മെന്റ് ഉണ്ട്, അധികാര വികേന്ദ്രീകരണത്തിന്റെ ഒരു കേരള മാതൃകയുണ്ട്.
എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുക അത് ഏറ്റവും താഴെ തട്ടിൽ ചെയ്ത് നടപ്പിലാക്കുമ്പോഴാണ്. അത്തരത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവരുടെ സഹകരണത്തോടു കൂടി ഇത്തരത്തിൽ ഈ ഒരു വലിയ ആശയം പ്രാവർത്തികമാക്കി കാണിക്കണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ മീനങ്ങാടി പഞ്ചായത്ത് ഇത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വരികയും ചെയ്തു. അങ്ങനെയാണ് മീനങ്ങാടി പഞ്ചായത്ത് സന്നദ്ധമായി വന്നതുകൊണ്ടും ഇതൊരു പഞ്ചായത്തിൽ ചെയ്ത് വിജയിപ്പിക്കണമെന്നുള്ളത് കൊണ്ടുമാണ് മീനങ്ങാടി പഞ്ചായത്തിനെ ഈ കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾ പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് മീനങ്ങാടിയുടെ ഒരു പ്രൊഫൈലാണ്. മീനങ്ങാടിയിലെ വയനാടിന്റെ ഹൃദയഭാഗത്താണ് മീനങ്ങാടി സ്ഥിതി ചെയ്യുന്നത്. 8299 വീടുകളുള്ള 19 വാർഡുകളിലായി 34,601 ആളുകളുള്ള ഒരു പഞ്ചായത്താണ് മീനങ്ങാടി. അതുപോലെ മീനങ്ങാടിയിൽ നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 2016 മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. മീനങ്ങാടിയുടെ ഒരു ഫിസിയോഗ്രാഫിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാപ്പിത്തോട്ടങ്ങളിലെ മരത്തണലുകൾ കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ പാടങ്ങൾ, ഇത് വയനാട്ടിൽ മൊത്തം കാണാവുന്ന കാര്യമാണ് കേട്ടോ. പാടശേഖരങ്ങൾ മറ്റ് ഭൂതലത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ മീനങ്ങാടിയുടെ ഒരു ഫിസിയോഗ്രാഫിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് കാർബൺ ന്യൂട്രൽ മീനങ്ങാടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഓരോ സെക്ടർ വൈസ് ആയിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അഡാപ്റ്റേഷൻ മിറ്റിഗേഷൻ സ്ട്രാറ്റജി, ഒരു വികസന മാതൃക ഈ മീനങ്ങാടി പഞ്ചായത്തിനെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ആക്കിക്കൊണ്ട് കാലാവസ്ഥയെ പരിഗണിക്കുന്ന ഒരു വികസന മാതൃക കേരളത്തിന് കാഴ്ചവെക്കുക. അതോടൊപ്പം ഒരു പഞ്ചായത്ത് തലത്തിലൊരു സബ് നാഷണൽ ലെവലിൽ കാർബൺ എമിഷൻ അനാലിസിസും ഓഫ്സെറ്റിംഗ് ആൻഡ് സീക്വസ്ട്രേഷൻ എസ്റ്റിമേഷൻ നടത്തുക എന്നുള്ളതായിരുന്നു ഒരു പ്രഥമ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അങ്ങനെ അതിനുശേഷം ഒരു സീറോ കാർബൺ ഡെവലപ്മെന്റ്, അതായത് കാർബൺ എമിഷൻ കുറഞ്ഞ ഒരു ഉണ്ടാകുന്ന കാർബൺ എമിഷനെ ഓഫ്സെറ്റ് ചെയ്യപ്പെടുന്ന കാർബണെ കണക്കാക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ പരിഗണിക്കുന്ന ഒരു വികസന മാതൃക, അതോടൊപ്പം ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഊർജ്ജ സ്വയം പര്യാപ്തത, പ്രാദേശിക വികസനം എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു വികസന മാതൃക സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു കാർബൺ ന്യൂട്രൽ മീനങ്ങാടി ഈ പ്രൊജക്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഈ ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഫ്രെയിംവർക്കിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെ പരിഗണിക്കുന്ന ഒരു സുസ്ഥിര വികസനമായിട്ട് നമുക്ക് കാർബൺ ന്യൂട്രൽ മീനങ്ങാടിയെ കാണാം. കാർബൺ ന്യൂട്രൽ മീനങ്ങാടിയുടെ പരിസ്ഥിതിയെയും സാമ്പത്തിക മേഖലയെയും സാമൂഹിക ക്രമത്തെയും ഒക്കെ കൂടുതൽ നന്നാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ കാർബൺ ന്യൂട്രൽ മീനങ്ങാടി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഒരു ലോ എമിഷൻ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതായത് എന്ത് പ്രവൃത്തി നടക്കുമ്പോഴും അതുമൂലം ഉണ്ടാകുന്ന കാർബൺ എമിഷനെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ കണക്കാക്കുകയും ആ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുന്ന തരത്തിലുള്ള ഏറ്റവും കുറവ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഉണ്ടാകുന്ന ലോ എമിഷൻ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് മീനങ്ങാടി അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തിന്റെ ഒരു സബ് നാഷണൽ ലെവലിൽ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുക. അതുപോലെ ക്ലൈമറ്റ് റെസീലിയൻസും സുസ്ഥിര വികസനവും ഒക്കെ കൈവരിക്കുക. അതാണ് ഈ മീനങ്ങാടി പഞ്ചായത്തിനെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്താക്കി മാറ്റുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, വയനാട്ടിലെ ജനങ്ങളിൽ 80% കർഷകരാണ്. അവര് പ്രതിശീർഷ വരുമാനം വളരെ കുറഞ്ഞിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാം, ഒരു കാലത്ത് വയനാട്ടിലെ കർഷക ആത്മഹത്യകൾ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. വിളനാശവും അല്ലെങ്കിൽ കടബാധ്യതയൊക്കെ മൂലം കർഷകരെ ആത്മഹത്യ ചെയ്യുന്ന ഒരു വലിയ പ്രതിസന്ധി വയനാട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന വയനാട്ടിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് വയനാട്ടിലെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക, അവരുടെ സാമ്പത്തിക ശേഷി മെച്ചപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം ഈ കാർബൺ ന്യൂട്രൽ പ്രൊജക്റ്റിനുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊരു ഉദാഹരണമാണ് കാർബൺ ന്യൂട്രൽ ബ്രാൻഡിങ്. വയനാട്ടിൽ കാപ്പി ആണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു വിള. അതുപോലെ മറ്റൊരുപാട് കൃഷിയും വയനാട്ടിലുണ്ട്. കാർഡമമും മഞ്ഞളും ഇഞ്ചിയും എല്ലാം കൃഷി ചെയ്യപ്പെടുന്നുണ്ട്.
അപ്പോൾ ഇത്തരത്തിൽ വയനാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ കാർബൺ ന്യൂട്രൽ ബ്രാൻഡ് ചെയ്യുക, അതായത് കാർബൺ ന്യൂട്രൽ, വയനാടിനെ കാർബൺ ന്യൂട്രൽ ആക്കുകയും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ കാർബൺ ന്യൂട്രൽ ടാഗോട് കൂടി ബ്രാൻഡ് ചെയ്ത് അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കുകയും ചെയ്യാം. അങ്ങനെ കോഫിയെ ബ്രാൻഡ് ചെയ്ത് കോഫിക്ക് പരമാവധി വില കിട്ടുകയും ആ വില ഇടനിലക്കാരില്ലാതെ കർഷകന് കിട്ടുകയും ചെയ്യുന്ന തരത്തിൽ കാർബൺ ന്യൂട്രൽ കോഫി അന്താരാഷ്ട്ര വിപണിയിൽ ഇറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയും വയനാട്ടിലെ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഒക്കെ ഭാഗമായിട്ട് നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഒരു അവസാന ഘട്ടത്തിലാണ്. മലബാർ കോഫി എന്നുള്ള പേരിലൊക്കെ കോഫി ഇപ്പോൾ വിപണിയിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഒരു കാർബൺ ന്യൂട്രൽ ബ്രാൻഡ് ചെയ്ത് വയനാട്ടിലെ കർഷകർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന തരത്തിലാണ് അത് ആലോചിച്ചിട്ടുള്ളത്. ഇത് കോഫി മാത്രമല്ല, അവിടെ ധാരാളം പ്ലാവുകൾ വയനാട്ടിലുണ്ട്, ധാരാളം ചക്ക ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇത്തരത്തിൽ ചക്കയെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി കാർബൺ ന്യൂട്രൽ ടാഗോട് കൂടി വിപണിയിൽ ഇറക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മറ്റു വിളകളെയും ഇതുപോലെ കാർബൺ ന്യൂട്രൽ ടാഗോട് കൂടി വിപണിയിൽ ഇറക്കാനുള്ള വലിയ ശ്രമങ്ങൾ വയനാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോ ഇത് കർഷകരുടെ വരുമാനം കൂട്ടുന്ന, അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങളുടെ പ്രതീക്ഷ വരുമാനം ഉയർത്തുക, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമുണ്ട്. അപ്പൊ ഈ കാർബൺ ന്യൂട്രൽ ആകുക എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിന് വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കാർബൺ ന്യൂട്രൽ ആകുന്നതിലൂടെ, അല്ലെങ്കിൽ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിലൂടെ, കാർബൺ സ്വാംശീകരണം കൂട്ടുന്നതിലൂടെ ഈ ലോകത്തിന് വയനാട്ടിലെ ജനങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വയനാട്ടിലെ ജനങ്ങളെ മറ്റുള്ള ജനസമൂഹങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ഇത്തരത്തിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ, കാർബൺ ന്യൂട്രൽ ടാഗോട് കൂടിയ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിലയ്ക്ക് കൊടുത്ത് വയനാടിനെ സംരക്ഷിക്കാൻ, അതുമൂലം കാലാവസ്ഥയെ സംരക്ഷിക്കാൻ, ലോകത്തെ സംരക്ഷിക്കാൻ വയനാട്ടിലെ ജനങ്ങളെ മറ്റുള്ള ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഈ ബ്രാൻഡിങ് സംവിധാനമൊക്കെ ആലോചിച്ച് പോയിട്ടുള്ളത്. ഇനി മീനങ്ങാടിയിലേക്ക് വരുമ്പോൾ 2016 ജൂൺ 5-ാം തീയതിയാണ് ഈ പ്രൊജക്ട് ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. തോമസ് ഐസക്കാണ് ഈ പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പുഴയോരത്ത് മുളം തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2016 ജൂൺ 5-ന്. നമ്മൾ മീനങ്ങാടി പഞ്ചായത്ത് ആദ്യം ചെയ്തിട്ടുള്ളൊരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനങ്ങാടിയിലെ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ ഒരു കണക്കെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഒരു സബ് നാഷണൽ ലെവലിൽ ഈ GHG ഇൻവെന്ററി, ഹരിതഗൃഹ വാതകങ്ങളുടെ കണക്കെടുപ്പ് നടത്തിയിട്ടുള്ളത് വളരെ വിരളാണ്. അങ്ങനെ സബ് നാഷണൽ ലെവലിൽ ഒരു വലിയ മാതൃകകളൊന്നും നമ്മൾ 2016 മീനങ്ങാടിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇല്ല. നാഷണൽ ലെവലിലൊക്കെ ഒരുപാട് ചെറിയ രാജ്യങ്ങളിൽ വരെ നാഷണൽ ലെവലുകളിൽ ഇതുപോലുള്ള എമിഷൻ ഇൻവെന്ററി ഉണ്ടാക്കിയിട്ടുണ്ട്. സബ് നാഷണൽ ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു രാജ്യത്തിനകത്ത്, ഒരു സംസ്ഥാനത്തിനകത്ത്, ഒരു ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയ പഞ്ചായത്തിന്റെ ഇത്രയും ഒരു മൈക്രോ ലെവലിൽ നമ്മളൊരു കാർബൺ കണക്കെടുപ്പ് നടത്തുമ്പോൾ, അതായത് ഹരിതഗൃഹ വാതകങ്ങളുടെ കണക്കെടുപ്പ് നടത്തുമ്പോൾ നമ്മൾ അനുഭവിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സബ് നാഷണൽ ലെവലിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത്തരത്തിൽ നമുക്ക് ഒരു ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന തലത്തിലോ കുറെ വിവരങ്ങൾ ലഭിക്കാൻ കുറെ കൂടി എളുപ്പമാണ്. എന്നാൽ ഒരു പഞ്ചായത്ത് തലത്തിൽ, ഒരു സബ് നാഷണൽ ലെവലിൽ നമുക്ക് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇൻവെന്ററി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമായിരുന്നു. അതിനെ നമ്മൾ അവിടെ ഒരുപാട് സർവേകൾ നടത്തി, അങ്ങനെ വിവരങ്ങൾ ശേഖരിച്ചു, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി, പബ്ലിക് കൺസൾട്ടേഷൻ പ്രോഗ്രാമുകളും ഓറിയന്റേഷൻ ഇന്ററാക്ഷനും ഒക്കെ നടത്തി വളരെ ജനകീയമായി നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ അവിടുത്തെ ജനങ്ങളുടെ വലിയൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ജനകീയമായിട്ടാണ് ചെയ്തത്. അത് കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് അവിടുത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ഏറെ സഹായകരമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ തണലിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് മീനങ്ങാടി പഞ്ചായത്ത് ഈ ഹരിതഗൃഹ വാതകങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ കണക്കെടുപ്പ് നടത്തിയപ്പോൾ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ അക്കൗണ്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന 3 സെക്ടറുകളിലാണ്. ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ, എനർജി സെക്ടർ, വേസ്റ്റ്, ലൈഫ് സ്റ്റോക്ക് ആൻഡ് അഫോളു എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, ഫോറസ്റ്റ് ആൻഡ് അതർ ലാൻഡ് യൂസ് എന്നുള്ളൊരു സെക്ടറാണ്. ഇത് IPCCയുടെ ഒക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഗൈഡ് ലൈൻസിൽ പറയുന്ന സെക്ടറുകളാണ്. അതുപോലെ നമ്മൾ സീക്വസ്ട്രേഷൻ എന്ന് പറയുന്നത് അഫോളു സെക്ടറിൽ ഉൾപ്പെടുന്ന ഒരു
കാര്യമാണ്. അത് ഫോറസ്റ്റ് ആൻഡ് പ്ലാന്റേഷൻ, ഹോം സ്റ്റേ ട്രീസ്, ഓർഗാനിക് കാർബൺ ഇൻ സോയിൽ, ഈ സബ് സെക്ടറുകളിലാണ് നമ്മൾ കാർബൺ സീക്വസ്ട്രേഷനെ കുറിച്ച്, CO2 സീക്വസ്ട്രേഷനെ അക്കൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ, കുറേ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നില്ല. കുറേ വിവരങ്ങൾ നമ്മൾ ധാരാളം പ്രൈമറി സർവേകളൊക്കെ നടത്തിയിട്ടാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. അതിന് മീനങ്ങാടിയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾ, അവിടുത്തെ യൂത്ത് ക്ലബിലെ വോളണ്ടിയേഴ്സ്, അതുപോലെ മീനങ്ങാടിക്ക് പുറത്തുള്ള NIT കാലിക്കറ്റ്, GC മാനന്തവാടി പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടികൾ, വിദ്യാർത്ഥികൾ, മീനങ്ങാടിയിലെ കുടുംബശ്രീ പ്രവർത്തകർ, അവിടുത്തെ സന്നദ്ധ സംഘടനകളിൽ വർക്ക് ചെയ്യുന്ന മറ്റ് പ്രവർത്തകർ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ വലിയൊരു സഹായം ഉള്ളതുകൊണ്ടാണ്, അവരെ ഏകോപിപ്പിച്ച് അവരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ കഴിഞ്ഞത്. ഒരുപാട് വിവരങ്ങൾ പ്രൈമറിയുമായിട്ടും കുറച്ച് വിവരങ്ങൾ നമുക്ക് സെക്കൻഡറി ഡാറ്റയും കിട്ടിയിട്ടുണ്ട്. ഇത് അതിന്റെ ചിത്രങ്ങളാണ്. നമ്മൾ മീനങ്ങാടിയിൽ നടത്തിയിട്ടുള്ള വിവിധ പഠനങ്ങളുടെ കുറച്ച് ചിത്രങ്ങളാണ്. അങ്ങനെ നടത്തിയ പഠന പ്രകാരം നമ്മൾ കണ്ടെത്തിയത് ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ 2016-17 സാമ്പത്തിക വർഷത്തിൽ 14,910 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വാലന്റ് എമിഷൻ ഉണ്ടായിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ ദേശീയപാത കടന്നു പോകുന്നുണ്ട്, മീനങ്ങാടിയിലൂടെ ഒരു സംസ്ഥാന പാത ഉണ്ട്. അതുപോലെ അവിടെയുള്ള ആളുകളുടെ എത്ര വാഹനങ്ങൾ ഉണ്ടെന്നുള്ളതെല്ലാം നമ്മൾ പ്രൈമറി സെക്കൻഡറി ഡാറ്റ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഊർജ മേഖലയിൽ 13,082 ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വാലന്റ് എമിഷൻ ഉണ്ട്. വേസ്റ്റ് സെക്ടറിലായിട്ട് 941 CO2 ഇക്വാലന്റ് ആണ് എമിഷൻ ഉള്ളത്. അപ്പോളോ സെക്ടറിൽ 4,433 ടൺ. അങ്ങനെ മൊത്തം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്ന് പറയുന്നത് 33,375 ടൺസ് ഓഫ് CO2 ഇക്വാലന്റ് ആണ്. മീനങ്ങാടി പഞ്ചായത്തിലെ 16-17 ഫിനാൻഷ്യൽ ഇയറിലെ എമിഷൻ ആണത്. അതിന്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ഗതാഗത മേഖലയിലാണ് 45%, തൊട്ട് പുറകിലായിട്ട് 39% എനർജി മേഖലയിൽ നിന്നുള്ള എമിഷൻ ഉണ്ട്. 13% അപ്പോളോ സെക്ടറിൽ നിന്നും 3% വേസ്റ്റ് സെക്ടറിൽ നിന്നുമാണ് മീനങ്ങാടിയിലെ എമിഷൻസ് ഉള്ളത്. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള സീക്വസ്ട്രേഷൻ മെത്തഡോളജി, നമ്മൾ ഓർഗാനിക് കാർബൺ, അതുപോലെ ഹോം സ്റ്റേ ട്രീസ്, ഫോറസ്റ്റ് പ്ലാന്റേഷനിലും നമ്മൾ ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് നമ്മൾ ഒരു കാർബൺ സംശീകരണത്തിന്റെ കാർബൺ സിങ്കിന്റെ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ മീനങ്ങാടിയിലെ ഹോം സ്റ്റേ കോഫി 4,975 ടൺസ് ഓഫ് CO2 ഇക്വാലന്റ് സീക്വസ്റ്റർ ചെയ്യുന്നുണ്ട്. ലാർജ് കോഫി പ്ലാന്റേഷൻസിൽ 445 ടൺസ് ഓഫ് CO2 ഇക്വാലന്റ്. മീനങ്ങാടിയിൽ വളരെ കുറച്ച് ഫോറസ്റ്റ് ഏരിയ ഉള്ളൂ, 2% ഫോറസ്റ്റ് ഉള്ള ഒരു പഞ്ചായത്താണ് മീനങ്ങാടി. ഈ 2% ഫോറസ്റ്റിലായിട്ട് 8,370 ടൺസ് ഓഫ് CO2 ഇക്വാലന്റിന്റെ ശേഖരമുണ്ട്. അതുപോലെ മീനങ്ങാടിയിലെ വീട്ടുവളപ്പിലുള്ള മരങ്ങൾ, അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ധാരാളം മരങ്ങൾ മീനങ്ങാടിയിലെ വീട്ടുവളപ്പുകളിലുണ്ട്. നമ്മൾ ഈ മരങ്ങളെല്ലാം എല്ലാ വീടുകളിലും പോയി 8,000-ഓളം വീടുകളിൽ സർവേ നടത്തിയിട്ടാണ് നമ്മൾ ഈ മരങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുള്ളത്. ഓരോ വീട്ടുവളപ്പിലും ചെന്ന് ആ വീട്ടുവളപ്പിൽ ഏതൊക്കെ ഇനത്തിൽപ്പെടുന്ന മരങ്ങൾ, ഏതൊക്കെ പ്രായത്തിൽപ്പെടുന്ന മരങ്ങൾ, ആ മരങ്ങളുടെ പ്രായം, ആ മരങ്ങളുടെ ഉയരം തുടങ്ങിയിട്ടുള്ള ധാരാളം വിവരങ്ങൾ ശേഖരിച്ച് ആ വിവരങ്ങൾ മുഴുവൻ അനലൈസ് ചെയ്തിട്ടാണ് മീനങ്ങാടിയിലെ വീട്ടുവളപ്പിലെ മരങ്ങളിൽ എത്രമാത്രം കാർബൺ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അത് 7,425 ടൺ CO2 ഇക്വാലന്റ് ആണ്. പിന്നെ മീനങ്ങാടിയിലെ മണ്ണിൽ എത്ര കാർബൺ ശേഖരം ഉണ്ട് എന്നുള്ളത് നമ്മൾ 16-17 വർഷത്തിൽ കണക്കാക്കിയിട്ടുണ്ട്. അത് 746 ടൺ CO2 ഇക്വാലന്റ് ആണ്. അങ്ങനെ മൊത്തം 21,962 ടൺസ് ഓഫ് CO2 ഇക്വാലന്റ് ആണ് മീനങ്ങാടിയിൽ സംശീകരിക്കപ്പെടുന്ന മീനങ്ങാടിയിലെ കാർബൺ ശേഖരം എന്നുള്ളത്. അതിന്റെ ഇത് പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഫോറസ്റ്റിൽ തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബൺ ശേഖരിക്കപ്പെട്ടിട്ടുള്ളത് വീട്ടുവളപ്പിലെ മരങ്ങളിലാണ്, 34%. പിന്നീട് ഹോം സ്റ്റേ കോഫിയാണ്. പിന്നെ 3% സോയിലിൽ, 2% ലാർജ് കോഫി പ്ലാന്റേഷൻസിലാണ്. എല്ലാ വീട്ടുവളപ്പിലും കാപ്പി
കാപ്പിയുണ്ട്, ചെറിയ ചെറിയ കാപ്പിത്തോട്ടങ്ങൾ എല്ലാ വീട്ടുവളപ്പുകളിലും ഉണ്ട്. അവിടെയാണ് 23% സ്വാംശീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ടും കൂടി തട്ടിക്കഴിച്ച് നോക്കുമ്പോൾ ഒരു ഒരു തുലിതാവസ്ഥയിൽ വരണം, ന്യൂട്രാലിറ്റിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം 0 ആകണം. എമിഷനും സീക്വസ്ട്രേഷൻ, അല്ലെങ്കിൽ സീക്വസ്റ്റർ ചെയ്യപ്പെടുന്ന കാർബണും എമിറ്റ് ചെയ്യപ്പെടുന്ന കാർബൺ അല്ലെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യപ്പെടുന്ന കാർബൺ മീൻസ് CO2 ഇക്വാലന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏകദേശം തുല്യമായിട്ട് വരുന്ന ഒരു അവസ്ഥയിലാണ് കാർബൺ ന്യൂട്രാലിറ്റി ഉണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ ഈ എമിഷനും സീക്വസ്ട്രേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 11,412 ടണ്ണാണ്. ഇത് 2016-17 കണക്കാണ്. അതിനെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് 2020 15,415 ടൺ കാർബൺ ഓഫ്സെറ്റ് ചെയ്യുകയോ സീക്വസ്റ്റർ ചെയ്യുകയോ ചെയ്താൽ മീനങ്ങാടി പഞ്ചായത്ത് കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായിട്ട് മാറും എന്നുള്ളതാണ് നമ്മൾ 2017 വർഷത്തിൽ നടത്തിയിട്ടുള്ള പഠനത്തിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് മീനങ്ങാടി കാർബൺ ന്യൂട്രൽ മീനങ്ങാടിയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റികളുടെ കുറച്ച് ഫോട്ടോസാണ്. ധാരാളം ട്രെയിനിങ്ങുകളും വർക്ക്ഷോപ്പുകളും മീനങ്ങാടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മീനങ്ങാടിയിൽ ഈ കഴിഞ്ഞ കാലയളവിൽ നടന്നിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പബ്ലിക് കൺസൾട്ടേഷൻ ഇവന്റുകൾ ധാരാളം നടത്തിയിട്ടാണ് നമ്മൾ മീനങ്ങാടിയിലെ ഭൂപ്രകൃതിയെക്കുറിച്ചും മീനങ്ങാടിയിലെ ജനങ്ങളുടെ പെർസ്പെക്റ്റീവ് എല്ലാം മനസ്സിലാക്കിയതൊക്കെ ഇത്തരത്തിലുള്ള പബ്ലിക് കൺസൾട്ടേഷൻ പ്രോഗ്രാമുകൾ നടത്തിയിട്ടാണ്. അതുപോലെ കുട്ടികൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും വലിയ രീതിയിലുള്ള അവയർനെസ് പ്രോഗ്രാമുകളും ഓറിയന്റേഷൻ സെഷനുകളും ഇന്ററാക്ഷനൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു 2016 മുതൽ നമ്മൾ ആരംഭിച്ച് 17-19 വരെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ മീനങ്ങാടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചാനലിന്റെ കൂടെ സഹായത്തിലൂടിയിട്ട് മീനങ്ങാടിയിൽ നടന്നിട്ടുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കാലാവസ്ഥ വ്യതിയാനത്തെയും കാർബൺ ന്യൂട്രാലിറ്റിയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു നേച്ചർ ക്യാമ്പുകൾ മീനങ്ങാടിയിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു അസസ്മെന്റിന് ശേഷം ഒരുപാട് പ്രൊജക്റ്റ് ഐഡിയാസ് മീനങ്ങാടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഭാവിയിൽ നടക്കാൻ പോകുന്നുണ്ട്. നമ്മൾ സീറോ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ 948 ടണ്ണാണ് മീനങ്ങാടിയിലെ മാലിന്യത്തിൽ നിന്നുണ്ടാകുന്ന എമിഷൻ. ഈ 948 ടൺ എന്ന കാർബൺ 948 ടൺ ഓഫ് CO2 ഇക്വാലന്റ് എമിഷൻ നമുക്ക് മീനങ്ങാടിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ആ എമിഷൻ ഏകദേശം 100% നമുക്ക് മീനങ്ങാടിയിൽ കുറയ്ക്കാൻ കഴിയും. വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ വേസ്റ്റ് സെക്ടറിൽ മീനങ്ങാടിയിൽ നടന്നിട്ടുണ്ട്. മീനങ്ങാടിയിൽ തുമ്പൂർമൊഴി ഈ കമ്പോസ്റ്റിംഗ്, മീനങ്ങാടി ജംഗ്ഷനിൽ ടൗണിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളെല്ലാം മീനങ്ങാടിയുടെ കമ്പോസ്റ്റ് പാർക്കിൽ കൊണ്ടുവന്ന് തുമ്പൂർമൊഴി കമ്പോസ്റ്റ് ബിന്ന് ഉപയോഗിച്ചുകൊണ്ട് കമ്പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ മീനങ്ങാടിയിലെ വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ചെയ്യപ്പെടുന്നതിനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ മീനങ്ങാടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ വീടുകളിലും കമ്പോസ്റ്റിംഗ് സംവിധാനങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്ത് കമ്പോസ്റ്റിംഗ് ഉറപ്പാക്കുന്നുണ്ട്. അത്തരത്തിൽ എനർജി എഫിഷ്യൻസി ആൻഡ് എനർജി കൺസർവേഷൻ, ഊർജ ക്ഷമത കൈവരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മീനങ്ങാടി പഞ്ചായത്തിൽ ഒരു LED നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളൊക്കെ കഴിഞ്ഞൊരു യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. മീനങ്ങാടിലെ മുഴുവൻ ബൾബുകളും മറ്റ് ഫിലമെന്റ് ബൾബും CFL ബൾബുകളും ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് LED ബൾബ് ഉപയോഗിക്കുന്ന ഒരു തരത്തിലേക്ക് വന്നാൽ കൂടുതൽ ഊർജ്ജം ലാഭിക്കാൻ കഴിയും, ഊർജ്ജക്ഷമത കൈവരിക്കാൻ കഴിയും. അങ്ങനെ എനർജി സെക്ടർ എന്നുള്ള എമിഷൻ വലിയ രീതിയിൽ കുറയ്ക്കാനായിട്ട് അതുവഴി കഴിയും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എനർജി കൺസംഷൻ കുറവുള്ള ഉൽപ്പന്നങ്ങൾ, ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വീടുകളിൽ എനർജി ഓഡിറ്റ് നടത്തി ഊർജ്ജ ഉപയോഗം കുറയ്ക്കുന്നതിനും ഊർജ്ജ സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മീനങ്ങാടിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നു വരുന്നു. അതുപോലെ സോളാർ പോലെ റിന്യൂവബിൾ എനർജി സോഴ്സസിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും മീനങ്ങാടി പഞ്ചായത്ത് തന്നെ റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് പഞ്ചായത്ത് ബിൽഡിങ് ഒരു എനർജി പാർക്കായിട്ട് മാറ്റുന്നതിനുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ മീനങ്ങാടിയിൽ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മീനങ്ങാടിയുടെ
മണ്ണിലെ കാർബണിനെ കുറിച്ച് പറഞ്ഞു. മീനങ്ങാടിയിലെ മണ്ണിലെ കാർബണിന്റെ അളവ് വളരെ കുറവാണ്. 3% നമുക്ക് മീനങ്ങാടിയുടെ മൊത്തം കാർബൺ ശേഖരത്തിൽ മണ്ണിന്റെ സംഭാവന. അത് മീനങ്ങാടിയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മീനങ്ങാടിയുടെ മണ്ണിന്റെ ശേഷി വെച്ച് നോക്കുമ്പോൾ വളരെ കുറവ് കാർബണാണ്, ലോ കാർബണാണ് മീനങ്ങാടിയിലെ മണ്ണിലുള്ളത്. അപ്പോൾ അതിന് പലവിധ കാരണങ്ങളുണ്ട്. കൃഷിയും മറ്റു കീടനാശിനികളുടെ ഉപയോഗവും അശാസ്ത്രീയമായിട്ടുള്ള ഭൂവിനിയോഗം ഒക്കെ മീനങ്ങാടിയിലെ മണ്ണിലെ കാർബണിന്റെ അളവ് കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പൊ അതിനൊരു പ്രതിവിധി എന്നുള്ള രീതിയിൽ ഓർഗാനിക് ഫാമിംഗ് ആണ് മുന്നോട്ട് വെക്കുന്നത്. ജൈവ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മീനങ്ങാടിയിൽ നൽകുന്നുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. അത്തരത്തിൽ കർഷകരെ ജൈവ കൃഷിയിലേക്ക് മാറുന്നതിനുള്ള പ്രോത്സാഹനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മണ്ണിന് ഹാനികരമല്ലാത്ത രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് മണ്ണിലെ കാർബൺ സംരക്ഷിക്കുകയും മണ്ണിലെ ആവരണം സൃഷ്ടിച്ചുകൊണ്ട് മണ്ണിലെ കാർബൺ നഷ്ടപ്പെടാതെ നോക്കുകയും ചെയ്യുന്ന ഒരു ജൈവ കൃഷി രീതി മീനങ്ങാടിയിൽ വലിയ രീതിയിൽ പ്രചാരത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള ട്രീ ബാങ്കിങ് ആണ്. നേരത്തെ പറഞ്ഞു 15,000 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വാലന്റ് ആണ് മീനങ്ങാടിയിൽ അധികമുള്ളത്. അപ്പോൾ അതിന് ഓഫ്സെറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. മാത്രമല്ല മീനങ്ങാടിയിലെ കാർബൺ ശേഖരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മീനങ്ങാടിയിൽ മരം നട്ടുപിടിപ്പിക്കാനായിട്ട് പഞ്ചായത്ത് തീരുമാനിക്കും. ഈ മരം നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നമ്മളെല്ലാവരും മരം മുറിച്ചാലാണ് ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടാന്നാണ്. നമുക്കൊരു ആവശ്യം വരുമ്പോൾ മരം മുറിച്ച് വെക്കുന്നു, ആ കാശ് ഉപയോഗിച്ച് നമ്മളുടെ ആവശ്യങ്ങൾ നടത്തുന്നു. ഇത്തരത്തില് മരം മുറിക്കാതെ മരം നടുന്നതിലൂടെയും മരം സംരക്ഷിക്കുന്നതിലൂടെയും ചെറിയൊരു വരുമാനം അവിടുത്തെ ജനങ്ങൾക്ക്, അവിടുത്തെ കർഷകർക്ക് ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ട്രീ ബാങ്കിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രീ ബാങ്കിങ്ങിന്റെ ഭാഗമായിട്ട് അവിടുത്തെ കർഷകരെ അവരുടെ പറമ്പുകളിൽ മരം വെച്ച് പിടിപ്പിക്കുന്നതിനും മരം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇത്തരത്തിൽ 3 വർഷമായിട്ടുള്ള ഒരു മരം, 3 വർഷം എന്ന് പറയുന്നത് ഒരു തൈ നട്ടാൽ അത് സ്വയം സർവൈവ് ചെയ്യാനുള്ള ഒരു കാലാവധിയാണ് 3 വർഷം. ഈ മരം നട്ട് 3 വർഷം ആയി കഴിഞ്ഞാൽ ഒരു വർഷം ഒരു മരത്തേക്ക് 50 രൂപ വെച്ച് 10 വർഷത്തേക്ക് തുടർച്ചയായി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ട്രീ ബാങ്കിങ്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ട്രീ ബാങ്കിങ് പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുകയും ഇതിന്റെ 2 വാർഡുകളിൽ സർവേ നടത്തിയിട്ട് സാമ്പത്തിക സഹായം വിതരണം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, വീടുകളിൽ നട്ടിട്ടുള്ള മരത്തൈകളുടെ അടുത്ത് ഇതാ ചിത്രത്തിൽ കാണാം, എല്ലാ മരത്തിന്റെ അടുത്ത് പോവുകയും ആ മരം അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ആ മരത്തിന് ഒരു ID നമ്പർ കൊടുത്ത് ആ മരത്തിനെ ടാഗ് ചെയ്യുകയും അതോടൊപ്പം ആ മരത്തിനെ ജിയോ ടാഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ജിയോ ടാഗ് ചെയ്തിട്ടുള്ള ഒരു മരത്തിന്റെ ചിത്രമാണ് ഈ വലതുവശത്തുള്ളത്. ആ മരത്തിന്റെ ഫോട്ടോയും ആ മരത്തിന്റെ ID നമ്പറും അടക്കമുള്ള വിവരങ്ങൾ, ആ മരത്തിന്റെ ലൊക്കേഷൻ, ഈ വിവരങ്ങൾ ഡിജിറ്റലായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഒരു വെബ് ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വെബ് ആപ്പ് മീനങ്ങാടി പഞ്ചായത്തിന്റെ സൈറ്റിൽ, മീനങ്ങാടി പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡൊമൈനിൽ അവൈലബിൾ ആയിരിക്കും. ആ മരത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ അറിയാനായിട്ട്, എല്ലാ വർഷവും ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ അറിയാനായിട്ട് ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കഴിയാം. ആ മരം അവിടെ നിൽക്കുന്നുണ്ടോ, ആ മരം എവിടെയാണ് നിൽക്കുന്നത്, ഏതൊക്കെ മരങ്ങളാണ് മീനങ്ങാടി പഞ്ചായത്തിൽ ട്രീ ബാങ്കിങ്ങിന്റെ ഭാഗമായിട്ട് നട്ടിട്ടുള്ളത്, ആ മരത്തിന്റെ ഫോട്ടോ അടക്കമുള്ള വിവരങ്ങൾ കിട്ടും. എല്ലാ വർഷവും ഈ ലൊക്കേഷൻ ഉപയോഗിച്ച് ഈ മരത്തിന്റെ അടുത്ത് പോയി ഈ മരം അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ട്രീ ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഈ ട്രീ ബാങ്കിങ്ങിന് വേണ്ടി പഞ്ചായത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാർബൺ ശേഖരിക്കാൻ കഴിയുന്ന തടിമൂല്യമുള്ള ആ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് വൃക്ഷങ്ങളെ അവിടെ ലിസ്റ്റ് ചെയ്യും. ആ വൃക്ഷ തൈകൾ വളർത്തുന്ന നഴ്സറികൾ സ്ഥാപിക്കുകയും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ആവശ്യപ്പെടുന്ന കർഷകന്റെ പറമ്പിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് യാതൊരു ചെലവുമില്ലാതെ ഈ മരം നട്ടുപിടിപ്പിക്കുകയും 3 വർഷം ഇതേ പദ്ധതിയിൽ അടിക്കട വെട്ടി ഈ മരം സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. ആ മരങ്ങളും അതോടൊപ്പം തന്നെ ആ കർഷകൻ സ്വമേധയാ നട്ട് പരിപാലിക്കുന്ന മരങ്ങളും ഈ ട്രീ ബാങ്കിങ്ങിന്റെ ഭാഗമായിട്ട് സർവ് ചെയ്തിട്ടുണ്ട്.
മീനങ്ങാടി പഞ്ചായത്ത് 2 വാർഡിൽ നടത്തിയ സർവേ തണലിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് 2 വാർഡിൽ സർവേ നടത്തിയത്. തണലിന്റെ പ്രവർത്തകരും മീനങ്ങാടിയിലെ വളണ്ടിയേഴ്സും പഞ്ചായത്തിന്റെ പ്രതിനിധികളെല്ലാം കൂടി ചേർന്നിട്ടാണ് 2 വാർഡുകളിൽ സർവേ പൂർത്തിയാക്കി ഈ മരങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം കൊടുത്തിട്ടുള്ളത്. അതിനൊപ്പം മറ്റൊരു പദ്ധതി കൂടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് വരും വർഷങ്ങളിൽ നടപ്പിലാക്കപ്പെടും. അതായത് ട്രീ മോർട്ട്ഗേജിംഗ് സ്കീമാണ്. നമുക്കൊരു ആവശ്യം വരുമ്പോൾ സ്വർണം പണയം വെച്ച് പണം വായ്പ എടുക്കുന്നത് പോലെ നമ്മുടെ വീട്ടുവളപ്പിൽ പ്രായമുള്ള തടിയുള്ള ഒരു വലിയ മരം ഉണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം വരുന്ന ഘട്ടത്തിൽ ആ മരം ബാങ്കിൽ പണയം വെച്ചുകൊണ്ട് ഒരു തുക വായ്പ എടുക്കുകയും നമ്മൾക്ക് ആ മരം അവിടെ നിലനിർത്താനും പറ്റും. ട്രീ മോർട്ട്ഗേജിംഗ് അത് നിലവിലുള്ള വയനാട്ടിലെ അല്ലെങ്കിൽ നിലവിലുള്ള മീനങ്ങാടിയിലെ മരങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് ട്രീ മോർട്ട്ഗേജിംഗ് എന്ന് പറയുന്നത്. അതും ഈ ട്രീ ബാങ്കിങ്ങിന്റെ ഭാഗമായി വരും വർഷങ്ങളിൽ മീനങ്ങാടിയിൽ നടപ്പിലാക്കപ്പെടും. അപ്പോൾ ട്രീ ബാങ്കിങ് ഒരു വളരെയധികം മാതൃകാപരമായിട്ടുള്ള വയനാട്ടിലേക്ക് വ്യാപിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ട്രീ ബാങ്കിങ്ങിന്റെ സർവേയിൽ ഞാനും തണൽ കുറച്ച് സുഹൃത്തുക്കളൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇത് ഏറ്റവും ഊന്നി പറയേണ്ട ഒരു പ്രവർത്തനമാണ് ട്രീ ബാങ്കിങ്ങിന്റെ ഭാഗമായിട്ട് മീനങ്ങാടിയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ച കാര്യങ്ങളാണ് കാർബൺ ന്യൂട്രൽ മീനങ്ങാടിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളോട് പറയാനുള്ളത്. ഒരു വലിയ വിഷയമാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു വിഷയമാണ്. എന്നാലും ചുരുങ്ങിയ സമയപരിമിതി ഉള്ളതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, അതിനുള്ള മറുപടി നമുക്ക് തരാവുന്നതാണ്. താങ്ക് യു അജയ്. എനിക്ക് തോന്നുന്നു ഇത് കേട്ടുകൊണ്ടിരുന്ന കുറച്ച് പേർക്ക് നമ്മളെല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് കാർബൺ ന്യൂട്രാലിറ്റി എന്ന്. എനിക്ക് ഒരുപാട് പേർക്ക് അത് മാത്രമല്ല ഫേസ്ബുക്ക് ലൈവിലും കൂടെ പോകുമ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാക്കാൻ ചെയ്യും. അപ്പൊ ഇനി ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്, എല്ലാവർക്കും നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്ന് ചോദിക്കുന്ന ഒരു അവസരമാണ് എന്നുള്ളത്. അപ്പോൾ സ്വയം അഡ്മിറ്റ് ചെയ്യാം, നിങ്ങളുടെ സംശയം എന്താണെന്ന് നമ്മൾ ചോദിക്കാം. നമുക്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സീമ ചോദിച്ചിട്ടുള്ള ചോദ്യം, വെരി ഇൻട്രസ്റ്റിംഗ് വേ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ. ആൻഡ് വൺ ക്വസ്റ്റ്യൻ, വാസ് ദെയർ എനി റെസിസ്റ്റൻസ് ഫ്രം എനി ക്വാർട്ടർ? വാട്ട് ചാലഞ്ചസ് ഡിഡ് യു ഫേസ്? കാർബൺ ന്യൂട്രൽ മീനങ്ങാടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ വളരെ ജനകീയമായിട്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ പ്രത്യേകിച്ച് വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് നമ്മൾ തുടക്കം മുതൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് വരെയുള്ള നമ്മൾ നേരിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു പരിഹാരം കണ്ടത് ജനകീയമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ധാരാളം ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലാനും ജനങ്ങളോട് സംസാരിക്കാനും ഈ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചും കാർബൺ ന്യൂട്രാലിറ്റിയെ കുറിച്ചൊക്കെ അവരോട് സംസാരിക്കാനൊക്കെ കഴിഞ്ഞു. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് റെസിസ്റ്റൻസ് എന്ന് പറയാനായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. കാരണം കാലാവസ്ഥ വ്യതിയാനം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരതിന്റെ ഇരകളാണ്. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കുറെ കൂടി കൂടുതൽ മനസ്സിലാക്കാനും ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ, പിന്നെ ഇവിടുത്തെ കർഷകരുടെയും ജനങ്ങളുടെയും ഒക്കെ ജീവിത രീതി മെച്ചപ്പെടുത്തുന്ന, അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി എന്നുള്ള രീതിയിലൊക്കെ നല്ല സഹകരണം കിട്ടി. ഇത് ഏറ്റവും അവസാനം ഇപ്പൊ ട്രീ ബാങ്കിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ ഒരു വായ്പാ പദ്ധതിയാണ്. മരം നിൽക്കുന്ന കാലത്ത് പണം തിരിച്ചടക്കേണ്ട, 10 വർഷത്തേക്ക് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ഒക്കെ കിട്ടും എന്നൊക്കെ ആളുകളോട് പറഞ്ഞെങ്കിലും ഒരു പഞ്ചായത്തിന്റെ ഒരു പദ്ധതി, അതുപോലെ ഒരു വായ്പാ പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് സ്വാഭാവികമായിട്ടും തങ്ങൾ വലിയ കടക്കാരാകുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ട്.
പിന്നെ ഈ മരങ്ങൾ ഒരു കാലത്തും വെട്ടാൻ കഴിയില്ലേ, അല്ലെങ്കിൽ ഈ മരങ്ങൾ സർക്കാർ ഏറ്റെടുക്കും, അങ്ങനെയുള്ള കുറെ ആശങ്കകളൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് കുറേയും കൂടി ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാറാവുന്ന, ദൂരീകരിക്കാവുന്ന സംശയങ്ങളുള്ളൂ. അത്തരത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയൊരു പിന്തുണ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പഞ്ചായത്തിനും തണലിലും കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ നേട്ടമായിട്ടാണ് കാണുന്നത്. വലിയ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ചാലഞ്ചസ് എന്തായിരുന്നു കൂടെ ചോദിച്ചിട്ടുണ്ട് രാജീവ്. ഈ വിവരം ശേഖരിക്കാന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് ആയിട്ടുള്ളത്. താങ്ക് യു. അടുത്തത് രജിത് എന്ന് പറയുന്ന സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ബെസ്റ്റ് വിഷസ് ഓൺ ദിസ് ഇനിഷ്യേറ്റീവ്. What is the reason for large coffee plantations sequestering less carbon dioxide equivalent, CO2 equivalent compared to homestead coffee plantations? Is it because of total acreage? ഈ ഹോംസ്റ്റെഡ് കോഫി എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാ വീട്ടുവളപ്പിലും മീനങ്ങാടിയിൽ ചെന്ന് കഴിഞ്ഞാൽ കോഫികൾ കാണാം. ചെറിയൊരു പ്രദേശമായിരിക്കും, പക്ഷെ അതിനകത്ത് ഈ ഡെഡിക്കേറ്റഡ് കോഫി, ലാർജ് കോഫി പ്ലാന്റേഷനേക്കാൾ കൂടുതൽ ജൈവവൈവിധ്യം ഉണ്ടാകുന്നുണ്ട്, കൂടുതൽ മരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഈ കോഫി പ്ലാന്റേഷൻസിനകത്ത് കൂടുതൽ കാർബൺ ശേഖരം കാണപ്പെടുന്നത്. ലാർജ് പ്ലാന്റേഷൻസിനകത്താണെങ്കിൽ അകത്ത് മരങ്ങളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. പിന്നെ ലാർജ് പ്ലാന്റേഷനും മീനങ്ങാടിയിൽ വളരെ കുറവാണ്. കോഫി പ്ലാന്റേഷനിൽ പ്രധാനമായിട്ട് ജൈവവൈവിധ്യം കൂടുതലുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. എനിക്ക് തോന്നുന്നു രചിക്കുന്നത് ഉത്തരം സ്വീകാര്യമായിരിക്കുമെന്ന്. അടുത്തത് ഹരീഷ് ചോദിച്ചിട്ടുണ്ട്. 2017, 2018, 2018, 2019 എക്സസ് കാർബൺ ഡയോക്സൈഡ് ഈക്വലന്റ്. എനിക്ക് തോന്നുന്നു അജിത്ത് കാണിച്ച സ്ലൈഡിന്റെ അടുത്തുള്ളൊരു ചോദ്യമായിരുന്നു. നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ടുള്ളൊരു വാല്യൂ ആണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. 16-17 സാമ്പത്തിക വർഷത്തെ ഒരു കാർബൺ കണക്കെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. അതിലാണ് 11,000 ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വാലന്റ് എക്സസ് ആയിട്ടുള്ളത്. നമ്മൾ ആ ഡാറ്റയെ നമ്മൾ ചെയ്ത ഡാറ്റ വെച്ചിട്ട് അടുത്ത 2020 പ്രൊജക്ട് ചെയ്ത വാല്യൂ ആണ് ഈ 15,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട്. ആ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ റെക്കമെൻഡേഷൻ തയ്യാറാക്കിയിട്ടുള്ളതും മറ്റു പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ 2020 ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒക്കെ സമയമാണ്. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് കുറച്ചൊരു വേഗതക്കുറവുണ്ട്. നമ്മൾ പഞ്ചായത്ത് ഈ ഡിസംബറിലോ ജനുവരിയിലോ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ, നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കുറച്ചുകൂടി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് വീണ്ടും ഒരു കണക്കെടുപ്പ് നടത്തുകയാണെങ്കിൽ എത്രമാത്രം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു, എത്രമാത്രം കാർബൺ എമിഷൻ കുറയ്ക്കാൻ കഴിഞ്ഞു, എത്രമാത്രം കാർബൺ സീക്വസ്ട്രേഷൻ കൂട്ടാൻ കഴിഞ്ഞു, അങ്ങനെയുള്ള ഒരു അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കണക്ക്, ഈ പ്രൊജക്റ്റഡ് വാല്യൂവിന് അപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള കണക്ക് പറയാൻ കഴിയും. ഇത് എനിക്ക് ചോദിച്ചിട്ടുള്ളത് 17-18 എക്സസ് കാർബൺ ഉണ്ടോ എന്നുള്ളതാണ്. എക്സസ് കാർബൺ ഉണ്ട്. 20 വാല്യൂ ആണ് പ്രൊജക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ സ്വയം അൺമ്യൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ ചോദിക്കൂ. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. എൻ്റെ പേര് അഭിഷ്ണ എന്നാണ്. ഞങ്ങൾ ഇതുപോലെ ഞാൻ കാലാവസ്ഥാ വ്യതിയാന പഠന ഗവേഷണ കേന്ദ്രം കാർഷിക സർവകലാശാലയിലാണ് ഞാൻ പഠിച്ചത്. ഞങ്ങൾ ഇതുപോലെ കാർബൺ ന്യൂട്രൽ മീനങ്ങാടി പോലെ കാർബൺ ന്യൂട്രൽ കുന്നംകുളം എന്നുള്ളൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ. അപ്പൊ അതിനുള്ള 5 പേര് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ സമയത്താണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേക്കാണ്, ഞങ്ങൾ അതിന്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടി മീനങ്ങാടി പ്രൊജക്ട് ഒക്കെ റെഫർ ചെയ്തിരുന്നു, എങ്ങനെയാണ് ഇതിന്റെ മെത്തഡോളജി കാര്യങ്ങൾ അതൊക്കെ. അപ്പൊ അതില് ഇപ്പൊ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, ആൾക്കാർ ഒട്ടും ഈ വയനാട് പോലത്തെ ഒരു സ്ഥലമല്ല, കുന്നംകുളമാണ് ശരിക്കും മുനിസിപ്പാലിറ്റി ഏരിയ ആണ്. അപ്പൊ ആൾക്കാര് തീരെ സഹകരണം കുറവാണ് ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ. പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല, സഹകരിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ മരം അളക്കുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കുമോ, അത് അവരുടെ ടാക്സിന് ബാധിക്കുമോ, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകളാണ്. പിന്നെ ഈ എനർജി സെക്ടറിൽ നിന്നുള്ള എമിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ ഒക്കെ എമിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പെട്രോള്, ഡീസൽ അതിന്റെ ഒക്കെ എമൗണ്ട് നമുക്ക് അറിയണമല്ലോ. അത് ചോദിക്കുമ്പോഴും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ടാക്സിന് ബാധിക്കുമോ,
അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ മെത്തഡോളജി കാര്യങ്ങളൊക്കെ ഈ മീനങ്ങാടിക്കാർ ഫൈനലൈസ് ചെയ്തെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ അമിത എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അമിത ഉണ്ട് സർ. ഞങ്ങൾ 5 പേര് കൂടിയിട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അതിൽ ഒരാൾ അമിതയാണ്, ഒന്ന് ഞാൻ അഭിഷ്ണ എന്നാണ് എന്റെ പേര്, പിന്നെ റാഷമോൾ, ആൻസി, ശരത്, അങ്ങനെ 5 പേര് കൂടിയിട്ടാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാന പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന്. അവർ ഇതിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പ്രൊജക്റ്റിൽ മീനങ്ങാടിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അതെ ഈസറിലത്തെ നിങ്ങൾ സർവേ ചെയ്യുന്ന ഒരു ഫോട്ടോ ഞാൻ പ്രസന്റേഷനിൽ ഉണ്ട്. മീനങ്ങാടിയിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ എന്ന് പറഞ്ഞാലേ നമ്മള് ഒരു പഞ്ചായത്ത് തലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ സബ് നാഷണൽ ലെവലിൽ ഈ വാഹനങ്ങളുടെ കണക്കെടുപ്പ് നടത്താം അങ്ങനെ ഒരു വിവരമൊന്നും ഇല്ല. ഇല്ല, ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. ഡാറ്റ കിട്ടുന്നേ ഇല്ല. കാരണം സ്റ്റേറ്റ് ലെവൽ കിട്ടും, നമുക്ക് ഡിസ്ട്രിക്ട് ലെവൽ വരെ എങ്ങനെയെങ്കിലും കിട്ടും. പക്ഷെ ഈ മുനിസിപ്പൽ ഏരിയ എന്നൊക്കെ എങ്ങനെ അത് ഞങ്ങൾക്ക് വലിയൊരു ഇതായി നിൽക്കുകയാണ്, പ്രശ്നമായി നിൽക്കുകയാണ്. അല്ല, അത് നേരത്തെ പറഞ്ഞതുപോലെ വയനാടിന്റെ കുന്നംകുളത്തിന്റെ ഒരു വ്യത്യാസം ഉണ്ട്. ഒന്ന്, രണ്ട്, നമ്മൾ അവിടെ ഒരുപാട് ക്യാമ്പയിനുകളും ഒരുപാട് ഇന്ററാക്റ്റീവ് സെഷനുകളൊക്കെ നടത്തിയതുകൊണ്ട് ജനങ്ങൾ ഭയങ്കര സഹകരണമായിരുന്നു. അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ അവിടെ സർവേ നടത്തിയിട്ട് ആ വീട്ടിലെ വാഹനങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ ഒരു എണ്ണം എടുത്തിട്ട് അത് പഞ്ചായത്തിലേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. മീനങ്ങാടിയുടെ അതിർത്തിയിൽ ഉൾപ്പെടുന്ന പെട്രോൾ പമ്പുകളിൽ നിന്നുള്ള ഫ്യൂവൽ ഡിസ്ട്രിബ്യൂഷന്റെ വിവരം ശേഖരിച്ചിട്ടുണ്ട്. അതുപോലെ LPG ആയാലും എനർജി സെക്ടറിൽ LPG, ഇലക്ട്രിസിറ്റി, ഇതിൻ്റെയൊക്കെ പഞ്ചായത്തുകളുടെ ഒരു പ്രൈമറി ഡാറ്റ കളക്ഷൻ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം സെക്കൻഡറി ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ മീനങ്ങാടിയിൽ നമ്മൾ ഓരോ സ്പെസിഫിക് ആയിട്ട് ഓരോ വാഹനങ്ങൾക്ക് എമിഷൻ ഫാക്ടർ ഉണ്ട്. ആ വാഹനങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ട് ആ വാഹനങ്ങളുടെ എമിഷൻ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് മീനങ്ങാടിയിലൂടെ പോകുന്ന മുഴുവൻ വാഹനങ്ങളല്ല കണക്കെടുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറിച്ച് മീനങ്ങാടി പഞ്ചായത്തിൽ ഉള്ള ആളുകൾ എത്രയൊക്കെ വാഹനം ഏതൊക്കെ അളവിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള എമിഷൻ ആണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ മീനങ്ങാടിയിൽ കണക്കാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തണലിനെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങളുടെ മെയിൽ ID-യോ അല്ലെങ്കിൽ തണലിന്റെ ആരെങ്കിലും നമ്പറുകൾ ചാറ്റ് ബോക്സിൽ ഇടാം. നിങ്ങൾ തണലുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് കൂടുതൽ സഹായം ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു താങ്ക് യു സോ മച്ച്. താങ്ക് യു അഭിഷ്ണ. അപ്പോൾ അഭിഷ്ണ ചോദിച്ചൊരു കാര്യത്തിന് തണലിന്റെ വെബ്സൈറ്റ് നോക്കാം. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ എന്ന്? ഹലോ, പറയൂ. ഈ പേഡി ഫീൽഡ്സ് എന്നുള്ള എമിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? പാഡി ഫീൽഡ്സ് എന്നുള്ള അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ അതിൽ? അത് അഗ്രികൾച്ചർ സെക്ടറിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറിഗേറ്റഡ് പാടിയിൽ നിന്നുള്ള എമിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള എമിഷൻ ഫാക്ടറുകൾ അവൈലബിൾ ആണ്. നമുക്ക് എത്ര പാഡി ഫീൽഡ് ഉണ്ടെന്നും എത്ര ഇറിഗേറ്റഡ് പാഡി ഫീൽഡ്സ് ഉണ്ടെന്നുള്ള ഡാറ്റ കിട്ടുകയാണെങ്കിൽ നമുക്ക് റീജിയണൽ സ്പെസിഫിക് ആയിട്ടുള്ള എമിഷൻ ഫാക്ടറുകൾ IPCCയുടെ എമിഷൻ ഫാക്ടർ ഡാറ്റാബേസിൽ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എമിഷൻ കണ്ടുപിടിക്കാൻ കഴിയും. 9 ടൺ പെർ 1 സ്ക്വയർ കിലോമീറ്റർ അങ്ങനെ എന്തോ ആണ്, 1 സ്ക്വയർ മീറ്റർ അങ്ങനെ എന്തോ ആണ് എമിഷൻ ഫാക്ടർ. അത് നമ്മുടെ റിപ്പോർട്ടിലുണ്ട്. അതല്ലെങ്കിൽ ഈ എമിഷൻ ഫാക്ടർ ഡാറ്റാബേസിൽ IPCCയുടെ ഡാറ്റാബേസിൽ അവൈലബിൾ ആണ്. നമ്മൾ ആ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ്, ആ എമിഷൻ ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ് മീനങ്ങാടിയിൽ പാഡി ഫീൽഡ്സ് എന്നുള്ള മീഥേൻ എമിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു അജിത്, താങ്ക് യു ശരത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ ഇന്ന് തമിഴ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയകുമാർ സാർ ഉണ്ട്. അപ്പോൾ ജയകുമാർ സാർ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. കാരണം കുറെ കുട്ടികൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു ഇത് കൂടെ എന്തെങ്കിലും നല്ലതാണ്. സർ പ്ലീസ്. താങ്ക് യു സംഗീത. എനിക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമുള്ളത്, ഞാൻ കരുതിയിരുന്നത്
ആൾക്കാർ കുറച്ചുകൂടെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നായിരുന്നു. അപ്പോൾ ഈ ടീച്ചറിലെ സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ പലർക്കും തണലിനെ കുറിച്ച് അറിയുന്നതാണ്. പക്ഷെ നമ്മളെ തണലിനെ ആരും ഇതുവരെ അപ്രോച്ച് ചെയ്തില്ല. ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് എന്താണ് നമ്മുടെ കാര്യങ്ങൾ എന്നുള്ളത് പറയാൻ പറ്റുമായിരുന്നു. ഒന്ന് രണ്ട്, നേരത്തെ അജിത്ത് പറഞ്ഞതുപോലെ ഇതിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച് നമുക്കുള്ളത് ഡാറ്റ ഗ്യാപ്സ് ഒരുപാടുണ്ട്. മെത്തഡോളജി വളരെ കൃത്യമായിരിക്കണം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഒരു കാര്യമുള്ളത് ഒരുപാട് തട്ടിക്കൂട്ടലുകൾ നടക്കുന്നുണ്ട്. അതായത് ഈ നിങ്ങൾ ഐസറിന്റെ സ്റ്റുഡൻസ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ പല പഞ്ചായത്തുകളും സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതുപോലെ പെട്ടെന്ന് നമുക്കൊരു എന്താ പറയുക, വളരെ പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് നമുക്കൊരു ഡാറ്റ ഉണ്ടാക്കണം, നമുക്ക് അടുത്ത വർഷം നമ്മളെ കാർബൺ ന്യൂട്രൽ ആയിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള രീതിയിലേക്ക് പല പഞ്ചായത്തുകളും പല കാര്യങ്ങളും ചെയ്തതായിട്ട് നമുക്കറിയാം, അല്ലെങ്കിൽ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അതിൽ അത്തരത്തിൽ ഇന്ന് എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു മേഖലയാണ് കാർബൺ ന്യൂട്രൽ ആകുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഈ കുന്നംകുളത്തെ കുട്ടികളുടെ അനുഭവം പറഞ്ഞതുപോലെ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വയനാട്ടിൽ മീനങ്ങാടി പഞ്ചായത്തിന്റെ വളരെ വലിയ ശ്രമം ആ പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മെമ്പേഴ്സും എല്ലാവരും അവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകരുടെ കൂടെ നാട്ടിലിറങ്ങി നടക്കുമ്പോഴാണ് ഇതിനൊരു സ്വീകാര്യത വരുന്നത്. അത് ഒരു വേറൊരു ഏജൻസി ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു സ്വീകാര്യതയോ അല്ലെങ്കിൽ ആ വിവര ലഭ്യതയോ ഉണ്ടാവില്ല. അത് ആ പഞ്ചായത്ത് അതിൽ നല്ലപോലെ ഇൻവോൾവ് ആവുന്നതുകൊണ്ടും പഞ്ചായത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് സഹകരിക്കേണ്ടായി. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മൾ കൃത്യമായിട്ടൊരു എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോട് എൻ്റെ തല തിരിച്ചു വെക്കാൻ പറ്റും, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ കാണുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് നമുക്കുള്ളത്, ഇപ്പൊ ഇതില് രജിത്ത് ഇപ്പൊ ചോദിക്കുകയാണ് എങ്ങനെയാണ് മെഷേഴ്സ് ടു റെഡ്യൂസ് എമിഷൻസ് ബൈ വേ ഓഫ് റിന്യൂവബിൾ എനർജി. നമുക്ക് പഞ്ചായത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കൊരു വലിയൊരു പ്രശ്നം, ഇപ്പൊ മീനങ്ങാടിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മീനങ്ങാടി പഞ്ചായത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളതിൽ അതിന്റെ പ്രൈമറി അപ്രോച്ച് എടുത്തിട്ടുള്ളത് നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന, ജനങ്ങളുടെ സ്വീകാര്യമായിട്ടുള്ള, ജനങ്ങളെ പങ്കാളിത്തമുള്ള ഒരു പദ്ധതി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ നമ്മളവിടെ മീനങ്ങാടി പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിന് ഒരു എനർജി പാർക്ക് ആക്കാനുള്ള ഒരു പദ്ധതി ഉണ്ട്. ഏകദേശം ഒരു 2 കോടി രൂപയോളം ചെലവ് വരുന്ന പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിന് മൊത്തം തന്നെ സോളാർ എനർജിയുടെ റൂഫും വിൻഡിന്റെയും ഒരു ഹൈബ്രിഡ് എനർജി ജനറേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 300-400 വാട്ടിന് അടുപ്പിച്ച്, ചിലപ്പോൾ ഒരു 800 മെഗാവാട്ട് വരെയൊക്കെ എന്താ പ്രൊഡക്ഷനുള്ള സാധ്യതകളുണ്ടെന്ന് പറയുന്നത്. ഒരു മൊത്തം വലിയൊരു ഏരിയ ആയതുകൊണ്ട് അത് ബോത്ത് സോളാർ വിൻഡ് കോമ്പിനേഷനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊരു പ്രൊജക്ട് എസ്റ്റിമേറ്റ് ഒരു DPR ലെവലിൽ പറയുമ്പോഴേക്ക് ഏകദേശം 4 കോടി രൂപയുടെ ചെലവുകളാണ്. അപ്പൊ ആ 4 കോടി രൂപ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള വലിയൊരു തുകയാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് കൂടുതലും ചെയ്തിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനം പൂർണ്ണമായിട്ട് ചെയ്തു. അവരിപ്പോ ഈ വർഷത്തെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹായത്തോടെ LED ബൾബുകളുടെ നിർമ്മാണത്തിന് വേണ്ടി നോക്കുന്നു. അത്തരത്തില് ലഭ്യമായിട്ടുള്ള എല്ലാ ഏജൻസികളുടെയും സഹകരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാണ്. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം ഇതാണ്. ഈ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനം നമ്മളെ മുന്നിൽ നിന്ന് നയിക്കാനുണ്ടെങ്കിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ ഒരു അജണ്ട ആകുമ്പോഴാണ് ഇതിന് വളരെ പ്രാധാന്യം ഉണ്ടാവുന്നത്. 2, വയനാട്ടിലുള്ള ഈ പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയായിരുന്നു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ബജറ്റ് തൊട്ട് ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ഈ ഗവൺമെന്റിന്റെ ആദ്യത്തെ ബജറ്റ് തൊട്ട് പറയുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു ഗ്രീൻ ഡെവലപ്മെന്റ് അജണ്ട എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒരു വികസന മോഡൽ എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു സ്വീകാര്യതയുണ്ട്. പിന്നെ മാത്രമല്ല അവിടുത്തെ 3 MLA-മാർക്കും വളരെ താല്പര്യമുണ്ട്. അവർ വ്യത്യസ്ത പാർട്ടികളിലുള്ളവരാണെങ്കിലും കൂടി അതിൽ വളരെ താല്പര്യത്തോടെ കാണുന്നുണ്ട്. പക്ഷേ അതിന്റെ കൂടെ തന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വളരെ താല്പര്യം എടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു മൊത്തം ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും അവരുടെ ജനപ്രതിനിധികളുടെ ഒക്കെയുള്ള ഒരു വലിയൊരു പങ്കാളിത്തമാണ് ഒരുപക്ഷെ മീനങ്ങാടി ഇത്ര മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിന്റെ പിറകില് വളരെ ദൈഷ്ണികമായിട്ടൊരു വൈജ്ഞാനികമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള റിവ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതിന് മുന്നിൽ നിന്ന് അദ്ദേഹം നയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരത്തിൽ ഒരു മാതൃക ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റും.
പക്ഷെ ഇപ്പോഴും അതുകൊണ്ട് തന്നെ ഒരു നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് പോയതുകൊണ്ടാണ് നമ്മൾ കൂടുതലും മരം നടാനും മുള നടാനും കുടുംബശ്രീ പ്രവർത്തകരുടെ ശാക്തീകരണത്തിലൂടെയൊക്കെ കൂടുതൽ എമിഷൻ റിഡക്ഷൻസിന്റെ സാധ്യത കണ്ടെത്തുന്നുണ്ട്. ഇപ്പൊ അടുത്തൊരു മേഖല വരുമ്പോഴേക്കും ഒരുപക്ഷെ അവിടെയുള്ള അടുക്കളകളെ ഊർജ്ജക്ഷമതയുള്ള അടുക്കളകളാക്കേണ്ടി വരും, അവിടുത്തെ കെട്ടിടങ്ങളുടെ ഊർജ്ജക്ഷമത കൂട്ടേണ്ടി വരും, ഒരു ഫുൾ എനർജി ഓഡിറ്റ് ചെയ്യേണ്ടി വരും. KSEBI ചേർന്നുകൊണ്ട് അവിടുത്തെ സോളാർ എല്ലാ ഗവൺമെന്റ്